കേരളത്തിലെ SIR നീട്ടിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടണമെന്നാണ് ആവശ്യം. സർവകക്ഷി യോഗത്തിൽ പ്രധാന പാർട്ടികൾ ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് നിർദ്ദേശം. സാരംഗ് ചേരുകയാണ്. സാരംഗ് സൂചിപ്പിച്ചതുപോലെ സർവകക്ഷി യോഗത്തിൽ BJP ഒഴികെയുള്ള എല്ലാ കക്ഷികളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശമായി ഇത് വരുന്നത്. എങ്ങനെയാകും ബാക്കി നടപടികൾ? തീർച്ചയായും സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്ത് ഒട്ടേറെ ആശങ്കകൾക്കും അതുപോലെ തന്നെ വിവാദങ്ങൾക്കും വഴിവെച്ച ഒരു നടപടിയായിരുന്നു വോട്ടർ പട്ടിക തീവ്ര പുനർപരിശോധന. ഇത് രാജ്യത്ത് വ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ നടപ്പിലാക്കണമെന്നാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഈ പുനർപരിശോധന ആരംഭിക്കാൻ ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. 2026 ജനുവരി 1 എല്ലാ സംസ്ഥാനത്തും പുനർപരിശോധന നടപ്പിലാക്കണമെന്നാണ് ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഈ പുനർപരിശോധന ആദ്യമായി നടപ്പിലാക്കിയ ബീഹാറിൽ ഏകദേശം 65 ലക്ഷത്തോളം പേർക്ക് വോട്ടവകാശം നഷ്ടമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതോടെയാണ് ഇതൊരു വിവാദമാകുന്നതും ഇത്തരത്തിൽ വീണ്ടും വോട്ട് ചോർച്ച സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചർച്ചകളൊക്കെ സജീവമായത്. ഈ സാഹചര്യത്തിലാണ് SIR നീട്ടിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ ഇത് നീട്ടിവെക്കണമെന്നാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അതായത് ഈ നടപ്പിലാക്കുന്ന പുനർപരിശോധന നടപ്പിലാക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിൽ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ ഇത്തരത്തിലുള്ള വോട്ട് ചോർച്ച ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ പൗരർക്ക് വോട്ടവകാശം നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചർച്ചകളിൽ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് നിലവിൽ ഇത്തരത്തിൽ ഈ SIR നീട്ടിവെക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വന്നിട്ടുള്ളത്. അസിത, ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.